ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്, വർക്ക്ഷോപ്പ് വീഡിയോ ആണ്. വണ്ടി കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം 11 ദിവസമായി വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഫോണും കൂടി ഒന്ന് ചാർജ് ചെയ്യാൻ വയ്ക്കാം. ഇന്നലെ ഗെയിമുകളെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോണൊന്നും ചാർജ് ചെയ്യാൻ വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ചാർജ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, 34% ഉള്ളൂ. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട്. എന്താ ഭാഗത്ത് ആയി. ഓക്കെ, 12:30 ആയിട്ടുണ്ട്. ലോക്ക്ഡൗൺ ആണെന്നറിയാം. നമ്മുടെ സത്യവാങ്മൂലമൊക്കെ കയ്യിലുള്ള കാരണമാണ് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ ഞാനത് എഴുതിയിട്ടുണ്ട്. ഇനി പോലീസ് എങ്ങാനും പിടിക്കുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, വെറുതെ എന്തിനാ ഒരു പണി വാങ്ങണമെന്ന് വെച്ചിട്ടാണ്. വണ്ടി സ്റ്റാർട്ടാവാൻ നോക്കട്ടെ. രണ്ടാമത്തെ അടിയിൽ സ്റ്റാർട്ടായി. ഓക്കെ, നമുക്ക് പോവാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്ന് ഡേറ്റ് 16-ാം തീയതിയാണ്. ഇന്ന് വർക്ക്ഷോപ്പും അതുപോലെ സ്പെയർ പാർട്സുകളൊക്കെ തുറക്കുമെന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ ഇറങ്ങിയത്. വണ്ടിക്ക് തീരെ പറ്റണില്ല, അതുകൊണ്ടാണ് ഞാനത് ഇറങ്ങാൻ വിചാരിച്ചത്. ഓടിക്കാൻ തീരെ പറ്റണില്ല. നമ്മുടെ ഈ ചരലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ്. സ്വിങ്ങാകുമ്പോൾ പ്രശ്നമായിട്ടാണ്. ചെയിൻ സ്പോക്കറ്റും ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര നോയ്സും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ അത് വെച്ച് വഷളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കുരിയാച്ചിറ ഭാഗത്തേക്കാണ്. കുരിയാച്ചിറ ഹൈവേയിലേക്ക് എത്തുന്നത് പട്ടാളക്കണ റോഡ് എന്ന് പറയുന്ന റോഡാണ്. ഓക്കെ, കുരിയാച്ചിറ ഭയങ്കരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യമഹയുടെ ഷോറൂം വന്നു, ടി വി എസിൻ്റെ ഷോറൂം വന്നു, ഹീറോൻ്റെ ഷോറൂം ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മുടെ സുസുക്കിയുടെ ഷോറൂം ഒന്ന് ഭയങ്കരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ATM കയറാം. റൈറ്റ് സൈഡിലാണ് ATM. അധികം വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോഴും കുറച്ച് ക്വയറ്റ് ആൻഡ് കാം തന്നെയാണ്. എന്നാലും കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ വീട്ടിലേക്ക് സാധനം വാങ്ങണവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ATMയിലേക്ക് കയറാം. വണ്ടി പാർക്ക് ചെയ്യാം. പൈസയൊക്കെ എടുത്തു. പെട്രോൾ അടിക്കണമെന്ന് ആലോചിക്കണ, വേണ്ട വന്നിട്ട് അടിക്കാം. ഇപ്പം ഞാൻ പോകുന്നത് ചാണ്ടീസിലേക്കാണ്. ഇവിടെ ഈ ഓൺ ദ വേയിൽ തന്നെ ചിന്നൻ എന്ന് പറഞ്ഞ സ്പെയർ പാർട്സിൻ്റെ കടയുണ്ട്. ഹീറോൻ്റെ ഓതറൈസ്ഡ് സ്പെയർ ദിവസമായിട്ട് തുറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വിളിച്ചപ്പോൾ ആൾ എടുത്തിട്ടില്ല. ആളുടെ പേര് ഉണ്ണിന്നാണ്. ആൾ വിളിച്ചപ്പോൾ ഒന്നും എടുത്തിട്ടില്ല. ആൾ തുറന്നിട്ട് ഇല്ല, നോക്കട്ടെ. ഇല്ല, തുറന്നിട്ടില്ല. എന്തായാലും ലേറ്റ് ആവും തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചാണ്ടീസിലേക്ക് പോകാം. എനിക്ക് അവിടെ നിന്ന് വാങ്ങാനുള്ള ചെയിൻസ് പോക്കറ്റ് വാങ്ങണം. സ്വിങ്ങാമിൻ്റെ ഇരുമ്പിൻ്റെ ബുഷ് ഉണ്ട് 2 അത് വാങ്ങണം. പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് നമ്മുടെ ഹീറോൻ്റെ കുറച്ച് റേറ്റ് കൂടുതലാണ്. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് പൾസറിൻ്റെ. അപ്പോൾ അത് വാങ്ങിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഞാൻ വർക്കൊക്കെ ചെയ്യാറത്തൊരു വർക്ക്ഷോപ്പിലാണ്. ഹരിയാട്ടിൻ്റെ അവിടെയാണ്. District 08 കസ്റ്റംസ് എന്നാണ് പേര്. അവിടെയാണ് ഓൾമോസ്റ്റ് ഞാൻ ചെയ്യാറ്. ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ പണി ചെയ്യാറ്. അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ഓയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തന്നെയാണ് വീട്ടിൽ ചെയ്യാറ്. അങ്ങോട്ടൊന്നും പോകാറില്ല. ഇവിടെയാണ് പോലീസ് ഉണ്ടാവാമെന്ന് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇവിടെ പോലീസിനൊന്നും കാണാറില്ല. ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഏകദേശം വെള്ളമൊക്കെ കയറാറ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ചാണ്ടീസിലേക്ക് പോവാം. ഇതാണ് ശക്തൻ മാർക്കറ്റ്, അതുപോലെ സ്റ്റാൻഡിൻ്റെ ഏരിയ ഒക്കെ. ആ കാണുന്നതാണ് ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കുറുക്കഞ്ചേരി, കൊടുങ്ങല്ലൂർ, അങ്ങനെ ആ റൂട്ട് പോകാം. നേരെ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാണ്. റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ KSRTC സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കെല്ലാം എത്തും. ഈ വഴിയാണ് ഓൾമോസ്റ്റ് എല്ലാം നല്ല ഹോട്ടൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ തൃശ്ശൂർ ടവർ ഉണ്ട്. റൈറ്റ് സൈഡിൽ ജോയ്സ് പാലസ് ഉണ്ട്. കുറച്ചുകൂടി നീങ്ങി കഴിഞ്ഞാൽ കാസിനോ ഹോട്ടലുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വീണ്ടും യൂണിമണിയൊക്കെ ഈ ഭാഗത്തൊക്കെ തന്നെയാണ്. ഇതാണ് കാസിനോ ഹോട്ടൽ. ഓക്കെ, ഇവിടെ ചെറിയൊരു ഹമ്പുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ റൈറ്റിലേക്കാണ് നമുക്ക് വരേണ്ടത്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു അമ്പലമുണ്ട്. വലിയൊരു അമ്പലമാണ്. എല്ലാവർക്കും തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചാണ്ടീസിൻ്റെ സ്പെയർ പാർട്സ് ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് വലിയൊരു അമ്പലം. അതപ്പോൾ നമ്മൾ ചാണ്ടീസിലെത്തി. ഇതാണ് ചാണ്ടീസ്. ഓക്കെ, എല്ലാവരും ഇവിടെ സാനിറ്റൈസറൊക്കെ വെച്ച് കൈയൊക്കെ കഴുകുന്നുണ്ട്. ഇപ്പോഴെല്ലാവരും ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നീങ്ങിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. വേറെ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ എടുത്ത് തന്നിട്ടുണ്ട്. ഈ ബ്ലാക്ക് സാധനമാണ് വീൽ ഡാമ്പർ. ചെയിൻസ് പോക്കറ്റ്, ബുഷ്. ചെയിൻ പോക്കറ്റ് 2 ഉണ്ടാവും. ആ 2 ഉണ്ട്. ഓക്കെ, ചേട്ടാ 3 ഐറ്റം അതന്നെ. ഓക്കെ, അപ്പോൾ ചെയിൻസ് പോക്കറ്റ്, പുഷ്, വീൽ ഡാമ്പറൊക്കെ വാങ്ങി മൊത്തം 1320 രൂപ ആയിട്ടുണ്ട്. അയ്യോ ബില്ല്
ബില്ല് പറഞ്ഞു പോയല്ലോ. ഓക്കെ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ചാമ്പ്യൻസ് ലീഗ് പോവാം. അത് KSRTCയുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ KSRTC, ഇതാണ് KSRTC സ്റ്റാൻഡ്. പോലീസ് ഉണ്ട്, ചെക്കിങ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ എവിടെയും. എന്നാൽ ഈ നേരെ കാണുന്ന കടയാണ്, 24 മണിക്കൂറാണ് കട. എപ്പോൾ വന്നാലും ചായ കടയാണ്. ലോക്ക്ഡൗൺ ആയ കാരണം അടച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് KSRTC സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗം. പോലീസ് ഉണ്ട്. നമ്മൾ എഴുതിയ കാരണം വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. നമുക്ക് കാണിച്ചു കൊടുത്ത് നോക്കാം. വിടുവോ വിടില്ലെന്നൊന്നും അറിയില്ല, നോക്കാം. സാർ വെസ്റ്റ് ഫോർട്ടിക്കാണ്. ഞാൻ കുരിയച്ചിറ ചേരാൻ ഭാഗത്ത് പറഞ്ഞത്. വണ്ടിക്ക് കുറച്ച് സാധനങ്ങളാണ് വർക്ക്ഷോപ്പിൽ കയറ്റാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിന് വേണ്ടി പോവാ. അവിടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി. ഇത് റെയിൽവേ ബ്രിഡ്ജാണ്. ഇതിൻ്റെ താഴെ കൂടെ ഒക്കെ ട്രെയിൻ പോകണമൊക്കെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ. ഇതിൻ്റെ പാലപ്പണി ആയിട്ട് കുറേ നാളെ ഇതുവരെ തീർന്നിട്ടൊന്നുമില്ല. ഇവിടുന്ന് നേരെ പോയി റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ പൂത്തോള് ആ ഭാഗത്തേക്ക് എത്തി. അതിൻ്റെ അവിടെ ഒരു ജയലക്ഷ്മിയുടെ ഒരു ടെക്സ്റ്റൈൽ ഉണ്ട്. അതിൻ്റെ റൈറ്റിൽ കൂടെയുള്ള വഴി കയറി ലെഫ്റ്റ് സൈഡിലാണ് ചാമ്പ്യൻസ് എന്നുള്ള കട. ചേട്ടാ പൾസറിൻ്റെ സിംഗ പുഷ് ഉണ്ടോ? അന്ന് അറിയണം. ഒരെണ്ണം എന്താ എത്തിക്കുന്നത്? അപ്പോൾ 1 2 3 4 1 2 3 4 പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗാംബുഷ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ കുറുക്കഞ്ചേരിയിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വർക്കൊക്കെ ചെയ്യാത്തൊരു വർക്ക്ഷോപ്പിലായിരുന്നു എന്ന്. പക്ഷേ ആളിന്ന് ഞാൻ രാവിലെ വിളിക്കാൻ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു ഫോൺ. പിന്നെ അതുപോലെ ഇന്ന് വരണ വഴിക്ക് തന്നെ അവിടെ നോക്കിയപ്പോൾ കടയുടെ മുമ്പിൽ ആരും കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും തുറന്നിട്ടില്ല എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഞാൻ വേറൊരാളെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാൻ തുറന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വന്ന വഴി തന്നെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് വരാൻ പറ്റില്ല, അത് 1 വേ ആണ്. ഇനി നേരെ പോകണം. നേരെ പോയിട്ട് ആ ഒരു ജംഗ്ഷൻ വരും. അവിടെ നിന്ന് ലെഫ്റ്റ് ആണ് നമ്മുടെ സ്വരാജ് റൗണ്ടിലേക്ക് കയറുന്ന വഴി. ഓക്കെ, ഇത് ആ റെയിൽവേ ബ്രിഡ്ജിൽ കൂടെ തന്നെയാണ് നമ്മളെപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നാണ് റൈറ്റ് തിരിഞ്ഞിട്ട് വെസ്റ്റ് ഫോർട്ടിലേക്ക് പോയത് സ്പെയർ പാർട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ പോലീസ് നിൽക്കുന്നുണ്ട്. കൈ കാട്ടുമെന്ന് അറിയില്ല. ഇല്ല, കൈ കാട്ടിയില്ല. ഓക്കെ, ഞാനിപ്പോൾ വന്നത് സഫേർ ഹോട്ടലിൻ്റെ ആ ഭാഗമൊക്കെയാണ്. അവിടെയാണ് ഫേമസ് ആയിട്ടുള്ള സഫേർ ഹോട്ടലൊക്കെ. ഇപ്പോൾ പോകുന്നത് നേരെ കുറുക്കഞ്ചേരി സെൻറ്ററിലേക്കാണ്. അവിടെയാണ് നമ്മുടെ ഹെലൈറ്റ് ഹോസ്പിറ്റലും കുറുക്കഞ്ചേരി പോയി നടക്കുന്ന SNDPയുടെ അമ്പലമൊക്കെ അവിടെയാണ് ഉള്ളത്. ഓക്കെ, ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ സ്നേഹതീരം പോവാം, കൊടുങ്ങല്ലൂർ പോവാം. അതിനായിട്ടുള്ളൊരു റൂട്ട് തന്നെയാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ കുറുക്കഞ്ചേരി സെൻറ്ററിലെത്തി. ഇതാ ലെഫ്റ്റ് സൈഡിലാണ് അമ്പലം, റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഹെലൈറ്റ് ഹോസ്പിറ്റൽ. ഇവിടെയും ചെക്കിംഗ് ഉണ്ട്. നിർത്തുമെന്ന് അറിയില്ല. ഇല്ല, എവിടെ നിർത്തിയില്ല. ഇവിടെ നിന്നൊരു 200 മീറ്റർ കൂടി പോയാൽ നമ്മുടെ വർക്ക്ഷോപ്പ് എത്തി. ഞാൻ അവിടെ ആയിട്ടുള്ള വീഡിയോസാണ് കാണിക്കുന്നത്. ചാർജ് ഓൾമോസ്റ്റ് തീരാറായി, അതുകൊണ്ടാണ്. ഇവിടെയാണ് നമ്മുടെ ചെറിയ സ്പോക്കറ്റ് ഇരിക്കുന്നത്. ഭയങ്കര ഡേർട്ടി ആയിരിക്കും. അതൊന്ന് നിങ്ങൾ ചെയിനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്താൽ ഭയങ്കരമായിട്ട് നന്നായിരിക്കും. ഓക്കെ,
വണ്ടിയുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ബേക്കറിയിലൊക്കെ പോകണം. വീട്ടിലേക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേക്കറിയിൽ എത്തിയിട്ടുണ്ട്. ഇത് കൊള്ളാമല്ലോ, ഇതെടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി പാല് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാണ്ട്, ബ്രെഡ് ഐറ്റംസൊക്കെ വാങ്ങാണ്ട്. താക്കോല് കാണാനില്ല വണ്ടിയുടെ. അതിൻ്റെ ഉള്ളുണ്ട്, കിട്ടി. ഓക്കെ, ഇനി തൊട്ടപ്പുറത്ത് തന്നെയാണ് കട, റൈറ്റ് സൈഡിൽ തന്നെയാണ് കട. നമ്മൾ നേരത്തെ കിട്ടിയതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കട. നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ ബേക്കറിയിൽ ചെന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ക്യാമറേനെ പറ്റിയും ഹെൽമെറ്റിനെ പറ്റിയൊക്കെ ചോദിച്ചു. അവർക്ക് അറിയില്ല അതിനെക്കുറിച്ചൊന്നും. അപ്പോൾ ഞാൻ എല്ലാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയല്ലേ സോഷ്യലൈസ് ആവാൻ പറ്റുക. ഓക്കെ, അപ്പോൾ വീടെത്താറായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.